നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് പോരുമുറുകുന്നു. പ്രചാരണത്തിലെ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിന്റെ ക്ഷേമ പെൻഷൻ കൈക്കൂലിയാണെന്ന പരാമർശം ആയുധമാക്കാനാണ് LDF തീരുമാനം. ഇതിന്റെ ഭാഗമായി നിലമ്പൂരിൽ വൈകിട്ട് ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളുടെ കൺവെൻഷൻ നടക്കും. പോളിറ്റ് ബ്യൂറോ അംഗം A. വിജയരാഘവൻ ഉദ്ഘാടനം ചെയ്യും. UDF NDA സ്ഥാനാർത്ഥികളുടെ പ്രചാരണവും തുടരുകയാണ്. വിവരങ്ങളുമായി ആന്റണി ജിസ്റ്റോർ ചേരുന്നുണ്ട്. ആന്റണി, അക്ഷരാർത്ഥത്തിൽ നിലമ്പൂർ തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് അടുത്തു കഴിഞ്ഞു. തിരക്കിട്ട പ്രചാരണത്തിലാണ് സ്ഥാനാർത്ഥികളെല്ലാം തന്നെ. അതിനിടയിലും വിവാദ പരാമർശങ്ങളെല്ലാം ഒളിയുമ്പായി എല്ലാ മുന്നണികളിലേക്കും എത്തുന്നുണ്ട്. എന്താണ് കൂടുതൽ വിവരങ്ങൾ? തീർച്ചയായും ഇന്നലെയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയപരിധി അവസാനിച്ചത്. ഇതോടുകൂടി നിലമ്പൂരിലെ മത്സര ചിത്രം തെളിഞ്ഞിരിക്കുകയാണ്. 10 സ്ഥാനാർത്ഥികളാണ് മത്സര രംഗത്ത് ഉള്ളത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം PV അൻവർ ഈ മത്സരത്തിൽ നിന്ന് പിന്മാറിയേക്കുമെന്ന സൂചനകൾ ഉണ്ടായിരുന്നെങ്കിലും ഏതായാലും PV അൻവർ മത്സര രംഗത്ത് തന്നെയുണ്ട്. അങ്ങനെ ശക്തമായൊരു പോരാട്ടത്തിലേക്ക് നിലമ്പൂർ കടന്നിരിക്കുകയാണ്. ഇനി പ്രചാരണത്തിന്റെ അടുത്ത പടിയാണ്. ആദ്യഘട്ടത്തിലുള്ള പ്രചാരണം സ്ഥാനാർത്ഥികൾ നിലവിൽ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്ത ഘട്ടത്തിലേക്ക് സ്ഥാനാർത്ഥികൾ കടക്കുകയാണെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. ഏതായാലും ഈ കഴിഞ്ഞ ദിവസങ്ങളിലേതുപോലെ തന്നെ പ്രസ്താവനകളെ ആയുധമാക്കുകയാണ് പ്രധാനമായും LDFും UDFും അതുപോലെ തന്നെ BJPയും അടക്കമുള്ള അടക്കമുള്ളവർ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതായത് കഴിഞ്ഞ ദിവസം UDFിന്റെ ഒരു കൺവെൻഷൻ നിലമ്പൂരിൽ നടന്നിരുന്നു. ആ കൺവെൻഷനിൽ AICCയുടെ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ നടത്തിയ ഒരു പരാമർശമാണ്. അത് കഴിഞ്ഞ ദിവസം മുതൽ തന്നെ LDF ആയുധമാക്കിയിരുന്നു. KC വേണുഗോപാലിനെതിരെ LDFിന്റെ സ്ഥാനാർത്ഥി അടക്കം രംഗത്ത് വരികയും ചെയ്തിരുന്നു. അതായത് ഈ സംസ്ഥാന സർക്കാർ ഈ നൽകുന്ന ഒരു കൈക്കൂലിയാണ്, വോട്ടിന് വേണ്ടി നൽകുന്ന കൈക്കൂലിയാണ് ഈ ക്ഷേമ പെൻഷൻ എന്നുള്ളതായിരുന്നു KC വേണുഗോപാലിന്റെ പരാമർശം. അത് ഈ ഗുണഭോക്താക്കളെ ഈ ക്ഷേമ പെൻഷൻ വാങ്ങുന്നവരെ അപമാനിക്കുന്നതാണ് എന്നുള്ളതാണ് ഈ LDF ഉയർത്തുന്ന പ്രധാനപ്പെട്ട വാദം എന്ന് പറയുന്നത്. ഏതായാലും അതിന്ന് കൂടുതൽ ശക്തമായി തന്നെ ഈ ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഒരു നീക്കമാണ് LDF നടത്തുന്നത്. ഈ മണ്ഡലത്തിൽ ഏതാണ്ട് 4,40,000-ഓളം പേർ ഈ ക്ഷേമ പെൻഷൻ വാങ്ങുന്നവരുണ്ട്. അപ്പോൾ ആ വോട്ടുകൾ, അവരുടെ കുടുംബങ്ങളുടെ വോട്ടുകളൊക്കെ ഉറപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇന്നിപ്പോൾ ഒരു കൺവെൻഷൻ സംഘടിപ്പിക്കുന്നത്. മണ്ഡലത്തിൽ ഈ ക്ഷേമ പെൻഷൻ വാങ്ങുന്ന ഗുണഭോക്താക്കളെ എല്ലാം ഉൾപ്പെടുത്തിയുള്ള ഒരു കൺവെൻഷനാണ് ഇന്ന് LDF സംഘടിപ്പിക്കുന്നത്. ഇതിൽ KC വേണുഗോപാലിന്റെ പരാമർശത്തിനെതിരെയുള്ള ഒരു പ്രതിഷേധം എന്ന നിലയിലാണ് സംഘടിപ്പിക്കുന്നത്. വൈകിട്ട് ആണ് കൺവെൻഷൻ നടക്കുക. നിലമ്പൂരിൽ പോളിറ്റ് ബ്യൂറോ അംഗം A. വിജയരാഘവനാണ് ഈ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുക എന്നുള്ളത്. ഏതായാലും ഈ പ്രചാരണം കൂടുതൽ ഈ ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള നീക്കം തന്നെയാണ് LDFിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. അതിന്റെ ഭാഗമായി ഇന്ന് കൺവെൻഷൻ നടക്കും. അതുകൂടാതെ കൂടെ ഈ വിഷയം കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഒരു നീക്കമാണ് നടക്കുന്നത്. ഏതായാലും സ്ഥാനാർത്ഥിയുടെ പര്യടനവും LDFിന്റെ സ്ഥാനാർത്ഥി M. സ്വരാജിന്റെ പര്യടനവും തുടരുകയാണ്. ഇന്ന് ചുങ്കത്തറ പഞ്ചായത്തിലാണ് അദ്ദേഹത്തിന്റെ പര്യടനമുള്ളത്. അത്തരത്തിലാണ് LDF ക്യാമ്പ് പ്രചരണം തുടർന്നു പോകുന്നത്. അതേസമയം UDF കൂടുതൽ ശക്തമായി തന്നെ ഉന്നയിക്കുന്നത് മുഖ്യമന്ത്രി ഹിന്ദു ദിനപത്രത്തിൽ നൽകിയ ആ മലപ്പുറവുമായി ബന്ധപ്പെട്ട പരാമർശം, മലപ്പുറത്തെ തീവ്രവാദികളും അത്തരത്തിലൊരു പരാമർശം ആണ് UDF ആയുധമാക്കുന്നത്. കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് VD സതീശനടക്കം ഇതിനെതിരെ ആരോപണവുമായി മുഖ്യമന്ത്രിക്കെതിരെ രംഗത്ത് വന്നിരുന്നു. അപ്പോൾ ഈ പരാമർശം കൂടുതൽ ശക്തമായി തന്നെ ഉന്നയിച്ച മുഖ്യമന്ത്രിയുടെ ഈ പരാമർശം ആയുധമാക്കി ജനങ്ങളിലേക്ക് എത്താനുള്ളൊരു ശ്രമമാണ് UDF നടത്തുന്നത്. ഇത് എല്ലാ ഇടങ്ങളിലേക്കും എത്തിക്കാൻ വിവിധ തലങ്ങളിലുള്ള നേതാക്കൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ വിഷയം ശക്തമായി തന്നെ ഉന്നയിക്കാനുള്ളൊരു നിർദ്ദേശം നേതൃത്വത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ UDF മുഖ്യമന്ത്രിയുടെ മലപ്പുറം പരാമർശം ആയുധമാക്കിയുള്ള പ്രചാരണത്തിലാണ് മുന്നോട്ട് പോകുന്നത്. ഏതായാലും UDF സ്ഥാനാർത്ഥിക്ക് ഇന്ന് പര്യടനമില്ല. ഇന്ന് അദ്ദേഹം നാളെ പെരുന്നാൾ ആയതുകൊണ്ട് തന്നെ ഇന്ന് പര്യടനമോ അല്ലെങ്കിൽ പ്രചരണ പരിപാടികളോ ഇന്ന് UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തിന് ഇല്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതേസമയം BJP സ്ഥാനാർത്ഥി മോഹൻ ജോർജും പര്യടനം തുടരുകയാണ്. അദ്ദേഹം പ്രധാനമായും ഈ പ്രമുഖ വ്യക്തികളെ കണ്ട് വോട്ടുറപ്പിക്കാനുള്ള ഒരു നീക്കമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ മണ്ഡല പര്യടനം അടക്കം പിന്നീടായിരിക്കും തുടങ്ങുക, വോട്ടർമാരിലേക്ക് എത്തുന്നത്. ഏതായാലും നിലവിൽ പ്രമുഖ വ്യക്തികളുമായുള്ള കൂടിക്കാഴ്ചകളടക്കം തുടരുകയാണ് BJP സ്ഥാനാർത്ഥി മോഹൻ ജോർജ്. അതേസമയം സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ PV അൻവർ പ്രചാരണം ഇന്നലെയാണ് തുടങ്ങിയത്. പക്ഷേ ഇന്ന് അദ്ദേഹത്തിന് പ്രചരണമില്ല. ശക്തമായൊരു പ്രചരണം അല്ലെങ്കിൽ സജീവമായൊരു പ്രചരണം ഈ വലിയ പെരുന്നാളിന് ശേഷം തുടങ്ങാമെന്നുള്ളതാണ് PV അൻവറിന്റെ തീരുമാനം.
ആന്റണി, അതുപോലെ തന്നെ PV അൻവർ ഇന്നലെയാണ് പ്രചാരണം തുടങ്ങുന്നതും ഇതിനു മുമ്പ് അദ്ദേഹം പറഞ്ഞിരുന്നു 75,000 വോട്ടുകൾ തനിക്ക് ലഭ്യമാകുമെന്നും ഒക്കെ. അപ്പോൾ ഇതിനൊരു ജനപിന്തുണ ലഭിക്കുന്നുണ്ടോ? ഇത്രയും വോട്ടുകൾ അദ്ദേഹത്തിന് ലഭിക്കാൻ എന്തെങ്കിലും സാധ്യതയുണ്ടോ? തീർച്ചയായും PV അൻവർ മത്സരത്തിൽ നിന്ന് പിന്മാറിയേക്കുമെന്നുള്ള സൂചനകളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ആ സൂചനകൾക്കിടയിലാണ് ഇന്നലെ ഉച്ചയോടുകൂടി PV അൻവർ പ്രചാരണം തുടങ്ങിയത്. ഏതായാലും ഇന്നലെ മാത്രമാണ് ആ പ്രചാരണം നടന്നത്. ഇന്നിപ്പോൾ ഇല്ല, നാളെ ഇല്ല. ഇനിയിപ്പോൾ ശനിയാഴ്ച, അടുത്ത ദിവസങ്ങളിൽ ഞായറാഴ്ചയോടുകൂടി മാത്രമായിരിക്കും PV അൻവർ പ്രചാരണം തുടങ്ങുക. ഏതായാലും അൻവർ വലിയ ആത്മവിശ്വാസത്തിലാണ്. കഴിഞ്ഞ തവണത്തേതുപോലെ അല്ലെങ്കിൽ തനിക്കൊപ്പം നിൽക്കുന്ന സാധാരണക്കാരുടെ, ജനങ്ങളുടെ വോട്ട് തനിക്ക് ലഭിക്കുമെന്നുള്ളതാണ് അൻവറിനെ സംബന്ധിച്ചുള്ള അൻവറിന്റെ ആത്മവിശ്വാസം. ഏതായാലും അൻവർ അതിൽ ഉറച്ചു തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അൻവറിന്റെ ആരോപണങ്ങളുടെ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം അൻവർ നമ്മൾ കേട്ടതാണ്. അൻവർ UDF അധികാരത്തിൽ വന്നാൽ തനിക്ക് വനം വകുപ്പ് അടക്കമുള്ള വകുപ്പുകൾ വേണമെന്നൊരു ആവശ്യമൊക്കെ PV അൻവർ ഉന്നയിച്ചിരുന്നു. മാത്രമല്ല ഈ ആര്യാടൻ ഷൗക്കത്തിനെതിരായുള്ള ആരോപണങ്ങളും PV അൻവർ ശക്തമായി തന്നെ തുടരുകയാണ്. ഷൗക്കത്ത് ഒരു കാരണവശാലും ജയിക്കാൻ പോകുന്നില്ല എന്നുള്ള ആ ഒരു കാര്യത്തിൽ അൻവർ ഉറച്ചു നിൽക്കുകയാണ്. അതുപോലെ തന്നെ VD സതീശിനെതിരായ ആരോപണങ്ങളും അൻവർ ശക്തമായി തന്നെ ഉന്നയിക്കുന്നുണ്ട്. മുഖ്യമന്ത്രിക്കെതിരായ ആരോപണങ്ങളും അൻവർ ആയുധമാക്കുകയും ചെയ്യുന്നുണ്ട്. അത്തരത്തിലാണ് അൻവറിന്റെ പ്രചരണം മുന്നോട്ട് പോകുന്നത്. ഏതായാലും അൻവർ പറയുന്നതനുസരിച്ചുള്ള ഒരു വോട്ടൊന്നും അൻവറിന് അവിടെ ലഭിക്കാനില്ല. ഏതായാലും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ശക്തമായൊരു പോരാട്ടം തന്നെയാണ് നടക്കുന്നത്. ഏതായാലും അൻവർ ഈ തെരഞ്ഞെടുപ്പിൽ ഒരു നിർണായക ഘടകം തന്നെയായി മാറും എന്നുള്ളതും തീർച്ചയാണ്. ശരി, തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നിലമ്പൂരിൽ അങ്കത്തട്ട് ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. പ്രചാരണം ശക്തമാക്കിയിരിക്കുകയാണ് എല്ലാ സ്ഥാനാർത്ഥികളും. അവസാനവട്ട ഒരുക്കത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് എല്ലാ ജനങ്ങളിൽ നിന്നും വോട്ട് അഭ്യർത്ഥനയ്ക്കായി ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് എല്ലാ സ്ഥാനാർത്ഥികളും. ആന്റണി ജോർജാണ് വിവരങ്ങൾ നൽകിയത്.